ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പത്തരമാറ്റ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദർശിൻ്റെ അച്ഛൻ ജയനും ആദർശും നയനയും കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ദേവയാനീനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ദേവയാനിയുടെ നല്ല വശങ്ങളും അയാൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും മോളെ തിരിച്ചറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും മരുമകളെ പോലെയല്ല, മകളെ പോലെ തന്നെ നോക്കും. അങ്ങനെയുള്ളൊരു മനസ്സുണ്ട്. കാരണം ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞ് വേണമെന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു. പക്ഷേ അവൾ ഒരിക്കലും സമ്മതിച്ചില്ല. കാരണം ഇവന് അസുഖമായത് കാരണം ഇനിയൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഇവനെ ശ്രദ്ധിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അത് കാരണമാണ് പിന്നെ ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞു പോലും ഉണ്ടാവാഞ്ഞത് എന്നൊക്കെ പറയും. അതിൽ പറയും അവൾക്ക് നല്ല ഒരു ആളെ സ്നേഹിക്കുകയാണെങ്കിൽ ജീവൻ കൊടുത്തോൾ സ്നേഹിക്കും. പക്ഷേ വെറുക്കുകയാണെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി വെറുപ്പുമാണ്. അതാണ് അവളുടെ സ്വഭാവം. എന്നെങ്കിലും ഇതൊക്കെ ഒരു മാറ്റം വരും മോളെ എന്നൊക്കെ പറയും. അപ്പോൾ ആദർശ് പറയും അങ്ങനെ വരട്ടെ അച്ഛാന്ന് പറയും. അപ്പോൾ അതുവരെ അവൾ അതിനെ കാത്തിരിക്കാമെന്നാണ് ഈ പറയുന്നത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പറയും, എന്നാൽ ശരി വീട്ടിലേക്ക് പോയിക്കോളൂ, മേലെ ഇറങ്ങിയുള്ള ജോലികളൊന്നും ചെയ്യരുത്, അതിനൊക്കെ ആളുണ്ട് അവിടെ. കാരണം അവിടെ അയ്യപ്പം വിളക്ക് നടത്താനുള്ള പരിപാടിയാണ് അവർ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മളുടെ എന്താ പറയുക, നമ്മുടെ മറ്റേ നന്ദു കടയിൽ നിന്ന് ഒരു ബിഗ് ഷോപ്പറിലെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് സ്കൂട്ടറിൻ്റെ അടുത്തേക്ക് നിന്നിട്ട് പോകാൻ നിൽക്കുമ്പോഴേക്കും അനാമിക കാറിൽ പറന്ന് വരും. അപ്പോൾ അനാമിക ഒന്ന് ഞെട്ടും. കാരണം അച്ഛൻ പറഞ്ഞത് ഇവളുടെ കൈയൊക്കെ അടിച്ചോടിച്ച് വീട്ടിൽ കിടക്കുകയെന്നല്ലേ. ആ വീട്ടിൽ കിടക്കുന്ന ആളാണ് ഇപ്പോൾ ബിഗ് ഷോപ്പറിലെ സാധനങ്ങൾ വാങ്ങി കടയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണുന്നത്. അപ്പോൾ അപ്പോഴേക്കും അനാമിക കാറിൽ നിന്ന് ഓടി വന്ന് ഒന്ന് നിൽക്കുമോ എന്ന് വെച്ചിട്ട് ഓടി വരും. അപ്പോൾ ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കും. മാം എന്താ നോക്കും നന്ദു. അപ്പോൾ ഇവളെങ്ങനെ അടിമുടി നോക്കും. എന്തിനാണ് നീ എന്നെ നോക്കണം, എൻ്റെ കൈയും കാലും ഒടിഞ്ഞിട്ടാണോ എന്ന് വിചാരിച്ചോ? കുറച്ച് നേരത്തെ ഒരു 3-4 ആൾക്കാർ എന്നെ അടിക്കാൻ വേണ്ടി വന്നത്, അവരൊക്കെ ഞാൻ അടിച്ചൊതുക്കി ഒരു പരിവാക്കി വിട്ടിട്ടുണ്ട്. അവരെ വിട്ടത് നീയും നിൻ്റെ അച്ഛനാണെന്ന് എനിക്കൊരു സംശയമുണ്ട് എന്ന് പറയും. അയ്യോ ഞങ്ങളൊന്നും അല്ല അറിയോ. ആണെങ്കിൽ തന്നെ നീ ഒരു കാര്യം ചെയ്യുക, അവർക്ക് കുറച്ച് പൈസ കൊടുത്തു കുറച്ച് കുഴമ്പൊക്കെ വാങ്ങി ഒഴിയട്ടെ, ശരീരമൊക്കെ ഒന്ന് ഒഴിയട്ടെ എന്ന് പറയും. അതിൽ പറയും മര്യാദയ്ക്ക് നിൽക്കുകയാണെങ്കിൽ പിന്നെ നിനക്കത് കൊള്ളാം നന്ദു പറയും. ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം നിനക്കറിയാലോ, ഇടിച്ചൊതുക്കി ഞാനൊരു മൂലയിലിരുത്തുമെന്ന് പറയും. വെറുതെ കാര്യമില്ല, എൻ്റെയും അനിയുടെയും പേരും പറഞ്ഞ് എൻ്റെ പേരും പറഞ്ഞ് അനിയുടെ വീട്ടിൽ കൊണ്ടുപോയി പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചൂടാവും. അങ്ങോട്ട് എന്നെ നിനക്ക് ശരിക്കും അറിയാലോ, എന്നെ ഞാൻ ഇടിച്ചൊരു പരുവാക്കി കളയെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു നല്ല ഭീഷണി സ്വരത്തിൽ പറയുകയാണ്. അവൾ കാരണം അനാമിക്ക് തിരിച്ചൊന്നും പറയാൻ നിവർത്തില്ല. ഇനി അവളോട് കളിച്ചു കഴിഞ്ഞാൽ കളി കാര്യമാവുമെന്ന് അറിയാം. അങ്ങനെ അവിടുന്ന് നന്ദു വണ്ടി എടുത്തിട്ട് പോവും. അങ്ങനെ കത്തി കാളിയിട്ട് ഇങ്ങനെ വരികയാണ് നമ്മളുടെ അനാമിക വീട്ടിലേക്ക്. അപ്പോൾ അച്ഛനെ വന്നിട്ട് ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുമ്പോൾ അച്ഛൻ ചോദിക്കും, നീ തന്നെ എങ്ങനെ നോക്കണേന്ന്. അല്ലറിയാം അച്ഛനൊരു നുണയനാണ്, അച്ഛനിങ്ങനെ കഴിവ് കെട്ടവനായി പോയല്ലോ, അച്ഛൻ നുണ പറഞ്ഞില്ലേ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഞാൻ അവർക്ക് കാശ് കൊടുത്താട്ടി. അച്ഛനും ഞാനും തന്നെയാണ് അവളെ അടിക്കാൻ ആളെ വിട്ടെന്ന് അവൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് കാശ് കൊടുക്കാനാണ് പറഞ്ഞ കുഴമ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയും. ഇങ്ങനെ ഒരു കഴിവായിട്ട് അച്ഛൻ അപ്പടിയാണ് ഇപ്പടിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറേ പറയും. അതിൽ പറയും പിന്നെ അച്ഛനെ ഒന്നറിയാം, എന്താണ് എല്ലാ അച്ഛൻ തന്നെ ചെയ്തു വയ്ക്കുന്നത്. പിന്നെ ഞാൻ അനിയെ കല്യാണം കഴിച്ചുകൊണ്ട് കടം വീട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്നെ ഇതാണെന്നൊക്കെ പറയും. അപ്പോൾ പറയും നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കടമാക്കി വെച്ചിട്ടുണ്ട്. പറയും ഒന്നുമല്ല, അച്ഛൻ്റെ ആർഭാടത്തിൻ്റെ പിന്നെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഇത്രയും കടങ്ങളാക്കി വെച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞത് ദേഷ്യപ്പെട്ടിട്ട് അങ്ങോട്ട് പോകും. അതിൽ രേവതി പറയും, നിങ്ങൾ അവളെ ദേഷ്യം പിടിപ്പിക്കേണ്ട കേട്ടോ, അവളെ ദേഷ്യം പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ നമുക്കൊന്നും തരില്ലേ എന്ന് പറയും. അപ്പോൾ പറയും അച്ഛൻ സൂക്ഷിച്ചോ, അവൾ പറയും അച്ഛൻ സൂക്ഷിച്ചോ, വേണമെങ്കിൽ അവൾ ഇവിടെ വന്ന് അച്ഛനെ തല്ലി അച്ഛനെ കയ്യും കാലും ഒടിച്ചിടും നന്ദു, എനിക്കറിയാം അവളെ അങ്ങനെ പറയും. അവിടുന്ന് പിന്നെ രേവതിയും പറയും ഇങ്ങനെ അവളെ ദേഷ്യം പിടിപ്പിക്കല്ലേ എന്നിങ്ങനെ പറയുകയാണ്. പിന്നെ നമ്മളെ അനിയും നയനയും നവ്യയും കൂടെ പന്തൽ ഒരുക്കുന്നതാണ് കേട്ടോ, അയ്യപ്പ പാട്ടിനുള്ള പന്തൽ ഒരുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് അനിങ്ങനെ പറയുകയാണ്, ഇപ്രാവശ്യം സാധാരണ അമ്പലങ്ങളിൽ വെച്ചിട്ടാണ് ഇത് നടത്താറ്. അപ്പോൾ നവ്യ ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണ് ചെയ്യണം. അപ്പോൾ നയനിങ്ങനെ നോക്കുമ്പോൾ അവളിങ്ങനെ കണ്ണ് തുടക്കുന്നതൊക്കെ കാണാം. അപ്പോൾ പിന്നെ അനിയോട് സംസാരിക്കുന്ന ഉണ്ട്. അപ്പോൾ പറയും, എനിക്ക് ഒരിക്കലും മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരാളെയാണ് എല്ലാവരും കൂടെ എൻ്റെ തലയിൽ കെട്ടിവെച്ച് തന്നത്. പിന്നെ ഇതിങ്ങനെ പോയാൽ ശരിയാവും തോന്നില്ല, എൻ്റെ ജീവിതം പോയി എന്നൊക്കെ അവൻ സങ്കടം പറയുന്നുണ്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ പറയും എന്താണ്
എല്ലാം ശരിയാവും അനി, നിങ്ങൾ ഡൈവേഴ്സ് ആവരുത് ഒരിക്കലും, നിങ്ങൾ ഒരുമിച്ച് തന്നെ പോകണം, ഒരു പക്ഷേ അവളെല്ലാം ശരിയാവും എന്ന് പറയും. അങ്ങനെ നയനങ്ങനെ ഉപദേശം കൊടുക്കണം എനിക്ക്. അല്ലെങ്കിൽ എടുത്തി ഒരാൾ കാരണമാണ്, അല്ലെങ്കിൽ എടുത്തിക്ക് പറയായിരുന്നു ഏട്ടനോട് ഈ കാര്യങ്ങൾ, ആദർശേട്ടനോട് പറയായിരുന്നു ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്നുള്ളത്. ഇത് എടുത്തി വിവരം നേരത്തെ അറിഞ്ഞു, പക്ഷേ പിന്നെ അത് എന്നിട്ട് എടുത്തി മറച്ച് വെക്കരുത്. എന്നിട്ട് അനിയെ നന്ദു എൻ്റെ ഫ്രണ്ടാണെന്ന് മാത്രം പറയല്ലേ ചെയ്തതെന്നൊക്കെ പറയും. അപ്പോൾ പറയും ഞങ്ങളുടെ രണ്ടാളുടെ ജീവിതം തന്നെ എനിക്കറിയാലോ, അപ്പോൾ അതുപോലെ അവളും കൂടെ വന്നു കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ നയന പറയുകയാണ് അനിയോട്. അങ്ങനെ അവിടുന്ന് പറയുമ്പോഴേക്കും ഇപ്പോഴും ഇവള് നിന്നിങ്ങനെ കുരുത്തോല തൂക്കണമുണ്ട്, ഇവളിങ്ങനെ കരയുണ്ട്. അപ്പോൾ അനി അപ്പം വരാട്ടോ പറഞ്ഞിട്ട് അങ്ങനെ നവ്യേൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ എന്തിനാ ചേച്ചി ഇങ്ങനെ കരയണ വയ്ക്കും. അപ്പോൾ വന്നേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചും കൊണ്ട് പോകും. എന്നിട്ട് പറയും ഇങ്ങനെ കരയുണ്ട് എന്തിനാ, എത്ര വിഷമം എന്നൊക്കെ ചോദിക്കുമ്പോൾ നിനക്കറിയില്ല ഞാൻ ഗർഭിണിയാണ്. അവനൊരു മിനിഞ്ഞാന്ന് വരെ അവൻ എന്നോട് എന്ത് സ്നേഹമായിട്ടാണ് ഇടപെട്ടെന്നറിയാമോ. ഇപ്പോഴാണ് മനസ്സിലായത് അവൻ്റെ പണിയാണ്. അവൻ എൻ്റെ എന്താണ് വാടിക്കരിഞ്ഞു പോണ ചെടിയുടെ അടിയിൽ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ എന്ന് അവൻ വിചാരിച്ചു. അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയാലും പറയും വിഷമിക്കാതിരിക്കുമോ, എല്ലാം മാറും അബിയുടെ സ്വഭാവം മാറും എന്ന് പറയും. അപ്പോൾ അവൾ പറയും ഒരിക്കലും ഇല്ല, നമ്മുടെ അമ്മയും അച്ഛനും എത്ര സന്തോഷത്തിലായിരുന്നെന്നറിയോ, ആദർശേട്ടൻ നിന്നെയും സ്നേഹിക്കുന്നുണ്ട്, അബി എന്നോട് സ്നേഹമായിട്ടല്ലേ പെരുമാറുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം അച്ഛനും അമ്മയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താ ചെയ്യുകയെന്നൊക്കെ പറയും. അപ്പോൾ എല്ലാം ശരിയാവും ചേച്ചി പറയും. ഇല്ല ഒരിക്കലും ഇല്ല, എനിക്കത് വിശ്വാസമല്ല മോളെ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ വളരെ സങ്കടപ്പെട്ട് പിന്നെ നവ്യൊക്കെ പറഞ്ഞു ചേച്ചി എന്ത് ബോൾഡായിട്ട് നിന്നതാണ് ചേച്ചി, അങ്ങനെ തന്നെ നിൽക്കണം ചേച്ചിക്ക്, തൻ്റെ ഇടത്തിൽ തൻ്റെ ഇടത്തോടുകൂടി പിടിച്ച് നിൽക്കണം എല്ലാ കാര്യങ്ങളും എന്നൊക്കെ പറയും. എനിക്ക് വിശ്വാസമില്ല മോളെ, കാരണം ഇപ്പോൾ ഞാൻ ഗർഭിണിയല്ലേ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ആരുമില്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ആണെങ്കിൽ എനിക്കൊരു ധൈര്യമാണ്. അതിന് മുന്നേക്ക് അവൻ എന്നെ കൈവെള്ളെ കൊണ്ട് നടന്നതാണ്, ഇപ്പോൾ കണ്ടില്ല അവൻ എന്നോട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നയന പറയും ഇപ്പോൾ ഈ ഗർഭം ഉണ്ടായിരിക്കില്ല, ഈ മലയ്ക്ക് മാലയിട്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഇങ്ങനത്തെ ഒന്നും ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നറിയാം. അവൻ ചെയ്യും, അവൻ അതും ചെയ്തതിന് അപ്പുറം ചെയ്യും. കാരണം എന്താ വെച്ചാൽ അവന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ആദർശേട്ടനും അച്ഛനൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവനെ നിന്ന്, അവന് രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്ന പോലും മടിയാണ്. അപ്പോൾ പിന്നെ ഇനി നോൺ വെജ് കഴിക്കേണ്ടോ തന്നെ നമുക്കറിയില്ല എന്നൊക്കെ പറയും. അപ്പോൾ എന്തായാലും പോയി വരട്ടെ, അപ്പോഴേക്കൊക്കെ ശരിയാവും. അവർ നിൻ്റെ അമ്മായിയമ്മയ്ക്കാണെങ്കിൽ നിന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, നിങ്ങൾ രണ്ടുപേരെയും രണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അവർ നടക്കുന്നത്, നമ്മളുടെ ജീവിതം എങ്ങനെയായല്ലോ എന്നൊക്കെ പറഞ്ഞാൽ രണ്ടോളം വലിയ സങ്കടപ്പെടും. അപ്പോൾ എനിക്കും വല്ലാത്ത വിഷമം തോന്നും. അങ്ങനെ അവരുടെ ചർച്ചയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ. അത് കഴിഞ്ഞ് രണ്ട് ധൂമകേതുക്കളും കൂടിയിട്ട് നമ്മുടെ ദേവയാനീൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അതായത് ജലജിയും ജാനകിയും കൂടെ പോവുക. അപ്പോൾ ജലജ ദേവയാനയുടെ കയ്യിലിങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്യണം, മരുന്ന് കുത്തി വയ്ക്കുമ്പോഴാണ് ഇവർ രണ്ടാളും കൂടെ വെച്ചത്. അപ്പോൾ ഇവരിങ്ങനെ മുഖത്തോട് മുഖം നോക്കി കിടക്കുന്ന കിടപ്പ് കണ്ടോ അങ്ങനെ വേണമെന്നുള്ളൊരു ഭാവം തന്നെയാണ് ജലജയുടെ മുഖത്ത്. അതിൽ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ വർത്താനൊക്കെ പറയും, ചേച്ചി ഇടത്തി എന്ന് വിളിക്കുകയാണ്. അപ്പോൾ പറയും നിങ്ങൾ ഇങ്ങോട്ട് വന്നില്ലല്ലോ എന്ന് വിചാരിച്ചു ഞാൻ, എങ്ങനെയാണ് വരുന്നത്, വന്നാൽ മറ്റുള്ളവരുടെ മുഖം കാണണ്ടേ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാതിരുന്നത് എന്നിങ്ങനെ ജലജ പറയുകയാണ്. എന്നാലും ഇടത്തിനെ ഈ പരുവത്തിലാക്കി ഇട്ടല്ലോ അവൾ. പിന്നെ അവളിപ്പോൾ കുറ്റം പറയുന്നത് എന്നെയും അബീനെയും അനാമികയുടെ അമ്മേനെയൊക്കെയാണ് അവളിപ്പോൾ കുറ്റം പറയുന്നത്. അപ്പോൾ മറ്റേ നമ്മളെ ദേവയാനി പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്, അവളെന്തിനാ അവളുടെ ചേച്ചിക്ക് അബോഷനാവാൻ വിഷം കലക്കി കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നറിയാം. അപ്പോൾ അതൊന്നും ആവില്ല, ഏടത്തി എന്നോട് പാല് കുടിച്ചോളാൻ ഏട്ടൻ പറഞ്ഞില്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കും അവൾ മുന്നേ അത് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക എന്ന് പറയും. അപ്പോൾ എന്തായാലും എല്ലാം എനിക്ക് മനസ്സിലായി. അപ്പോൾ ജലജ പറയും അനാമികയുടെയും നയനയുടെ ബ്ലഡ് ഗ്രൂപ്പും ഒന്നായിരുന്നു, എന്നിട്ട് അവൾ അതിനെപ്പറ്റി ഒരു അക്ഷരമുണ്ടിയോ പറയും, അനാമികയ്ക്ക് തരണമെന്നുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല, അനാമിക്ക് 100 വട്ടം തരാൻ താല്പര്യമാണ് എന്നൊക്കെ ജാനകിയും ജലജയും അനാമികേനെയും അമ്മേനെ അങ്ങനെ പൊക്കി വയ്ക്കും. അപ്പോൾ പറയാം എല്ലാം എനിക്ക് മനസ്സിലായി, എന്തായാലും ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് വരട്ടെ, ആരും ഞാൻ വെറുതെ വിടില്ല എന്നിങ്ങനെ പറയും. അപ്പോൾ അനാമിക മോള് പിന്നെ വലിയ സങ്കടത്തിലായിരുന്നു, മോള് എന്നോട് 3-4 വട്ടം പറയും ചെയ്തു എന്ന് പറയും ജാനകി. അപ്പോൾ അറിയാം എന്തായാലും ഇപ്പോൾ രണ്ടാളും കൂടി നല്ല ഡോസ് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടാളും കൂടെ അവളെ രക്തം അങ്ങനെ തിളപ്പിച്ച് കൊടുക്കുകയാണ് ദേവയാനീൻ്റെ. അപ്പോൾ ദേവയാനി എന്നിട്ട് ഇങ്ങനെ കിടന്ന് ആലോചിക്കുന്നതാണ്. പിന്നെ അനാമിക വന്ന് പറയുന്നുണ്ട് വല്യമ്മയ്ക്ക് രക്തം തരാൻ എനിക്ക് 100 വട്ടം സമ്മതമാണ്, പക്ഷേ എന്താ ചെയ്യുക എന്ന് ചോദിക്കും. അപ്പോൾ ആരും സമ്മതിക്കാഞ്ഞിട്ടാണ് പറയും. അപ്പോൾ ഞാൻ സ്നേഹിക്കുന്നവരെ ജീവൻ കൊടുത്തും പിന്നെ സംരക്ഷിക്കുന്നതാണ് എനിക്കിഷ്ടം എന്നിങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട്
പിന്നെ ജലജ പറഞ്ഞതും ഇങ്ങനെ ആലോചിക്കും. നയനയുടെ അടുത്തേയും ബ്ലഡ് ഒരേ ഗ്രൂപ്പാണല്ലോ, എന്നിട്ട് അവൾ തരണ കാര്യം പോയിട്ട് ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ എന്നിങ്ങനെ പറയുന്നതൊക്കെ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ കഴിഞ്ഞു പോയി. അപ്പോൾ കാണാം നമുക്ക് വീണ്ടും എന്തൊക്കെ ആയി വരും എന്നറിയില്ലല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവർക്കും എൻ്റെ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്യണേ കേട്ടോ. ബെല്ലൈക്കണും ഒന്ന് അമർത്തണം കേട്ടോ. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാം. ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള അത് വീട്ടിലെടുക്കുന്ന വീഡിയോ, ഞാൻ എൻ്റെ അനിയത്തിയായിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇടാറുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു.